നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് യഥാർത്ഥത്തിൽ ആരുടെ കയ്യിലാണ്? നിങ്ങൾ തീരുമാനിക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ പല പ്രതികരണങ്ങളും ശീലങ്ങളും നാം ബോധപൂർവം ആലോചിക്കുന്നതിന് മുമ്പേ മസ്തിഷ്കം സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് നമുക്കത് മനസ്സിലാക്കാം. ഒരു ദിവസം ഒരു വ്യക്തി എന്നെ കാണാൻ വന്നു. അദ്ദേഹം പറഞ്ഞതേ, സർ, എനിക്ക് ജോലിയുണ്ട്, കുടുംബമുണ്ട്, മരുന്നും കഴിക്കുന്നുണ്ട്, പക്ഷെ മനസ്സിന് സമാധാനമില്ല, ശരീരത്തിനും ഒരു ആശ്വാസമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ വേദന എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഈ വേദന. ഞാൻ വീണ്ടും ചോദിച്ചു, ഈ വേദനയുടെ പിന്നിലെ വേദന എന്താണ്? അദ്ദേഹം കുറച്ചു നിമിഷം മിണ്ടാതെയിരുന്നു. പിന്നീട് എന്നോട് എൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബത്തിന് ഒരു ഭാരമാകുമോ എന്ന ഭയമാണ്. മിക്ക ആളുകളും പറയുന്നതേ ശരീരവേദനയാണ്, പക്ഷെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് പലപ്പോഴും എനിക്ക് പഴയ പോലെ ജീവിക്കാൻ കഴിയില്ല, എൻ്റെ കുടുംബം എന്ത് ചെയ്യും, എൻ്റെ വരുമാനം നഷ്ടമാകുമോ, ഇനി എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ശരീരവേദനയേക്കാൾ ഈ വികാരഭാരം പലർക്കും കൂടുതൽ കഠിനമായി. ഭയത്തിനും ഒരു ആഴമുണ്ട്. എനിക്ക് രോഗമുണ്ട് എന്ന ഭയത്തിന് പിന്നിൽ ചിലപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന ഭയം, അംഗീകാരം നഷ്ടപ്പെടുമെന്നുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, ലോണിനെ കുറിച്ചുള്ള ഭയം. അത് മനസ്സിലാക്കാതെ വെറും ലക്ഷണങ്ങൾ മാത്രം നോക്കിയാൽ ജീവിതത്തിലെ വലിയ ചിത്രം കാണാതെ പോകാം. ദീർഘകാല സമ്മർദ്ദവും ഭയവും ശരീരത്തെ ബാധിക്കുമെന്ന് നിരവധി ഗവേഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. സമ്മർദ്ദ സമയത്ത് കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ, സ്ട്രെസ് ഹോർമോണുകൾ ഉയരാം. അത് ഉറക്കം, ശ്രദ്ധ, പ്രതിരോധശേഷി, വേദനയുടെ അനുഭവം എന്നിവയെ സ്വാധീനിക്കാം. അതുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും ഒരുമിച്ച് പരിഗണിക്കുന്നത് പലർക്കും സഹായകരമായ സമീപനമായിരിക്കും. എന്നാൽ രോഗങ്ങൾക്കും കാരണം വികാരങ്ങൾ മാത്രമാണെന്നോ ചികിത്സക്ക് പകരം ഇതൊന്ന് മതിയെന്നോ പറയുന്നത് ശരിയല്ല. ആവശ്യമായ മെഡിക്കൽ പരിശോധനയും ചികിത്സയും തുടരേണ്ടത് അത്യാവശ്യമാണ്. ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൽ ആശ്രയിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക, ഭയത്തിൽ മാത്രം ജീവിക്കാതെ പ്രത്യാശയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ക്രിസ്തുമതം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് സത്യത്തെ അറിയുമ്പോൾ അത് നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന സന്ദേശം ആത്മപരിശോധനയുടെയും പ്രത്യാശയുടെയും പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹിന്ദുമതം മനസ്സിനെ ശാന്തമാക്കുകയും വിവേകത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ആശയം ഭഗവത്ഗീതയിൽ പലയിടങ്ങളിലും കാണാം. ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് വീണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് വരാം. അത് ഒരു ദിവസം കൊണ്ടല്ല, പക്ഷെ ഓരോ ചെറിയ ബോധപൂർവമായ മാറ്റവും നിങ്ങളെ പുതിയ ദിശയിലേക്ക് നയിക്കും. മാറ്റം എങ്ങനെ തുടങ്ങാം? ആദ്യം ഇങ്ങോട്ട് 3 ചോദ്യങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. 1, എന്നെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് എന്താണ്? രണ്ടാമതായി, എൻ്റെ ഏറ്റവും വലിയ ഭയം എന്താണ്?
അവസാനത്തേത്? ഇന്ന് ഞാൻ മാറ്റാൻ കഴിയുന്ന ഒരു ചെറിയ ശീലം ഏതാണ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് ഇപ്പോൾ ആരുടെ കയ്യിലാണ്? കമന്റിൽ ഒരു വാക്ക് എഴുതാമോ? ഈ വീഡിയോ മറ്റൊരാളുടെ ജീവിതത്തിനും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഹീലർ റഷീദ് മൈൻഡ് ആൻഡ് ബോഡി ബാലൻസ് സിസ്റ്റം വഴി മനസ്സിനെയും ശരീരത്തെയും ഒരുമിച്ച് മനസ്സിലാക്കി കൂടുതൽ സന്തുലിതമായ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകാം. കൂടുതൽ മൈൻഡ് ആൻഡ് ബോഡി ബാലൻസ് വീഡിയോകൾക്കായിട്ട് എന്നൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.